മഞ്ഞണിക്കൊമ്പിൽ കിങ്ങിണിക്കൊമ്പിൽ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂര കുറു. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, മണി 2 ആയില്ലേ? എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഒരു 5 രൂപ കൊടുക്കും. വയറ് നിറച്ചു പോയി കഴിച്ചോ. മനുഷ്യനെ ഒരുമാതിരി കളിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ എനിക്ക് എന്റെ കാശിത, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എന്റെ തല്ലിക്കൊല്ല്. പണം പിരിഞ്ഞിട്ടാവുന്ന മാഷ പറഞ്ഞിടുവാന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? മാഷ അങ്ങനെ പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞു? ഗാനമേള കഴിഞ്ഞിട്ട് ഇന്നേക്ക് 15 ദിവസമായി. പിരിഞ്ഞിട്ട് കാശ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് വെള്ളം അടിച്ച് നശിപ്പിച്ചല്ലേ? എവിടെ പിരിഞ്ഞിട്ടി? മാഷ് ഗാനമേള തുടങ്ങി അവസാനിപ്പിക്കുന്നവരെ ആളുകൾ നിർത്താതെ കൂവല്ലായിരുന്നു. അത് ശരിയാ. ടിക്കറ്റ് മുഴുവൻ കടമായിട്ടല്ലേ കൊടുത്തത്. മാഷിന്റെ ഗാനമേളയുടെ ഭംഗി കാരണം ഒരുത്തരം കാശ് തന്നില്ല. അല്ല, അത് പിന്നെ സംഗീതവാസനയില്ലാത്ത മരങ്ങോടന്മാരുടെ ഇടയിൽ കിടന്ന് പാടിയതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാഷിനിപ്പോ നാട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ദൈവം സഹായിച്ച് ഭാര്യ ഉപേക്ഷിച്ചു പോയി. പിടക്കോഴികളുമില്ല. മാഷ് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിന്നാൽ പല ഗുണങ്ങളും ഉണ്ടാവും. ആർക്ക് ഗുണം? മാഷിനും ഞങ്ങൾക്കും. മനസ്സിലായില്ല. മാഷ് അന്യനാട്ടുകാരനായതുകൊണ്ട് എന്റെ അമ്മാവന് ആളെ പിടികിട്ടത്തില്ല. ഞങ്ങളുടെ കല്യാണം കലക്കി ഗ്രൂപ്പിൽ മാഷിന് പല വിലപ്പെട്ട സംഭാവനകളും ചെയ്യാൻ കഴിയും. കല്യാണം കലക്കി ഗ്രൂപ്പ്? കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്ന് തെളിച്ചു പറ. എല്ലാം പറയാം. അതിനുമുമ്പ് നമുക്കെല്ലാം കഴിക്കാം. അത് കൊള്ളാം. നീ വല്ലതും കഴിച്ചിട്ടാവട്ടെ. ഒന്ന് പെട്ടെന്ന് എടുത്തോണ്ട് വാമോളെ. നല്ല കിളികിളി പോലത്തെ ചെറുക്കൻ. ഭാഗ്യമുണ്ട് നടക്കും. അല്ല, പിന്നെ പുറത്താരാ വന്നിരിക്കുന്നത്? അത് എന്റെ കുറച്ച് കൂട്ടുകാരാ. നന്ദിനി കുളിച്ചൊരുങ്ങിയിട്ടുണ്ടല്ലോ. പെണ്ണ് കാണലായിരിക്കും. അച്ഛടാ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. അവര് കല്യാണാലോചനയ്ക്ക് വന്നവര് തന്നെയാ. പക്ഷെ ഇക്കാര്യം നീ നാട്ടുകാരോട് പറയരുത്. ദുഷ്ടന്മാരാ. പല നല്ല ആലോചനകളും അവർ മുടക്കിയിട്ടുള്ളതാ. അയ്യോ, ഞാൻ ആരോട് പറയാനമ്മാ? ഇങ്ങോട്ട് കൊടുക്ക. മാറങ്ങട് ഓളെ. പേടിക്കണ്ട. ഈ വാച്ചിന്റെ അലാറം അടിച്ച മണി 11:30. ഓരോ അരമണിക്കൂർ വിട്ടും മണി അടിച്ചോണ്ടേയിരിക്കും. മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ചുമ്മാതല്ല, ഈ വാച്ചിന്റെ വില 8000 ഉറുപ്പികയാണ്. അങ്ങോട്ട് അവിടെ അവിടെ പേരെന്താ? പറഞ്ഞു കൊടുക്കുമോളെ. നന്ദിനി. സമയം ഒരുപാടായല്ലോ. ഇവന്മാര് കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്നാ തോന്നുന്നത്. വരുന്നുണ്ട്. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. മണ്ണത്ര ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. എല്ലാം ഞാനേറ്റ്. അവന്റെ ഒരു പ്രേമം ശരിയാക്കൂടാ. നടക്കടാ അങ്ങോട്ട്, നടക്കടാ അങ്ങോട്ട്. നിന്റെ പ്രേമം നീ നിർത്തടാ. ആ തങ്കപ്പനാരുണ്ട് അതിനകത്ത്? ഇല്ല, വീട്ടിലുണ്ട്. എന്താ? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. നടക്കടാ അങ്ങോട്ട്, നടക്കടാ. ചൊല്ലും വിലയില്ലാതെ വളരുന്ന പെമ്പിള്ളാര് കണ്ണു കാണിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖനം എഴുതും അല്ലേടാ? തങ്കപ്പനാരുടെ മോളല്ല, ഇനി ദിവാന്തേഷ്കാരുടെ മോളായാലും ശരി. നാറിത്തരം കാണിച്ചാ ഞാൻ ചോദിക്കും. നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് നടക്കടാ. അങ്ങനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഒരു പ്രേമം. ഇങ്ങ് വന്നേ. എന്താ പ്രശ്നം? എനിക്കെന്ന് പറഞ്ഞൂടാ. ഇവിടുത്തെ പെങ്കൊച്ചില്ലേ നന്ദിനി, ശേരമുള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തെന്നോ അവർ ഒളിച്ചോടാൻ പ്ലാനിട്ടെന്നോ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ. ശേഖരമുള്ള ചേട്ടൻ ആളൊരു ചൂടനാണേ. ഞാൻ പോട്ടെ, സമയമില്ല. വണ്ടി വിടും. വില കുറച്ച് കുറഞ്ഞാലും ബസ് ഇപ്പൊ വിൽക്കാമെന്ന് വിചാരിച്ചത് ഇഷ്ടമുണ്ടായിട്ടല്ല. ഞങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും കാരണം ഈ ഒറ്റ ബസ്സാണ്. മുത്തച്ഛന്റെ കാലത്ത് വാങ്ങിച്ചതാ. അപ്പോ ഒരുപാട് പഴക്കണ്ടാവൂലേ? മണ്ണും വണ്ടിയും എപ്പോഴും പഴയതാ നല്ലത്. അതിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാ നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചത്. നോക്കിയും കണ്ടും നടത്തിയാൽ നഷ്ടം വരില്ല. നല്ല റൂട്ട്, വിശ്വസ്തരായ ജോലിക്കാർ,
ഇത് രണ്ടും ശരിയായാൽ ബസ് ഒരിക്കലും ഒരു നഷ്ടമല്ല. ആ റൂട്ടെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വേറെ ബസ്സില്ല. പിന്നെ മേൽനോട്ടം, അതിനിപ്പോ ഞാനുള്ളത് കൊണ്ട് അങ്ങനെയും ഒരു ബുദ്ധിമുട്ടില്ല. വേണ്ടും വിധം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ ഞാൻ അതിശോക്തി പറയല്ല, മനുഷ്യനേക്കാൾ വിശ്വസ്തനാണ് ഈ ബസ്. നല്ല മുഖലക്ഷണുണ്ട്. ആർക്ക്? വണ്ടിക്ക്. എന്താച്ചാ ഉറപ്പിച്ചോ? അത് അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു. ഇതാ തങ്കപ്പൻ നായർ. അച്ഛാന്ന് വിളിച്ചുകൊണ്ട് മകനാണെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണു? അവനങ്ങ് ഗൾഫിലാ. ഗൾഫിൽ എന്ത് ചെയ്യണു? എനിക്ക് സ്വന്തമായി ബിസിനസ്. എനിക്കിവിടെ 2-3 ഫ്ലാറ്റുകളുണ്ട്, ബെൻസ് കാറുണ്ട്, സ്വന്തം ബോട്ടുകളുണ്ട്, കപ്പലും ഉണ്ട്. കണ്ടാ തോന്നില്ലല്ലേ? സത്യത്തിൽ ഇവൻ ഗൾഫിൽ പോയത് കൊണ്ടാ ബസ് വിൽക്കാമെന്ന് വെച്ചത്. ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തനേ ഉള്ളൂ. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. കുവൈറ്റിൽ നിന്ന് 10-15 ഫോൺ കോൾ വരാനുണ്ട്. ചെല്ലെ വിളിക്കുന്നവരോട് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. മകൻ കല്യാണം കഴിച്ചതാണോ? ഹേയ് അല്ല, ആലോചനകൾ പലതും വരുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങ് മനസ്സിൽ പിടിക്കുന്നില്ല. അപ്പോ ഞങ്ങൾ പോയിട്ട് ഇനിയും വരാം. ആയിക്കോട്ടെ. ഏതായാലും ബസ്സുമായിട്ടുള്ള ബന്ധം ഉറച്ചു. ഇനിയും പുതിയ പുതിയ ബന്ധങ്ങൾ പലതും ഉറപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പോ ഞങ്ങളങ്ങോട്ട് വരട്ടെ. രമണി, ഇന്നലെ വൈകുന്നേരം വെള്ളം നനച്ചില്ലേ? നനച്ചോ? എവിടെ നനച്ചു? ദേ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇതൊക്കെ വാടിയിട്ടുണ്ടല്ലോ. നന്ദിനി, മുതലാളി അമ്മ മേൽനോട്ടത്തിന് ഇറങ്ങിയതാവും. അമ്മാവൻ പുതിയതായി വാങ്ങിച്ച ബസ്സിന് നിന്റെ പേരാണ് ഇടാൻ പോകുന്നത് കേട്ടല്ലോ. നന്ദിനി ട്രാൻസ്പോർട്ട് കമ്പനി. നല്ല ഉചിരം പേര്. അതിന് ഈ പറയുന്ന ആൾക്ക് ഒരു നഷ്ടമില്ലല്ലോ. ഞങ്ങളുടെ ബസ്സിന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടും. അതിനിപ്പോ എന്റെ പൊന്നിനും കൂടെ ദേഷ്യപ്പെടുന്ന എന്തിനാ? ദേ, അച്ചോട്ടിന് എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കാൻ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. നിന്റെ അച്ഛൻ ആര്? കളക്ടറോ? പാടി പടവലങ്ങ സാമ്പാർ വെച്ച് അച്ചോട്ടാ, നന്നായിരിക്കും. പടവലങ്ങ പറിക്കരുത്. ഓ എടി, എനിക്ക് ആവശ്യപ്പെട്ട 5 ഏക്കർ നിന്റെ അച്ഛന്റെ കയ്യിലാടി. അങ്ങനെ നിന്റെ അച്ഛൻ മാത്രം നിന്നാ പോരടി. ദേ, പറിക്കരുതെന്നല്ലേ പറഞ്ഞത്? കൈ നോറി. ഇങ്ങോട്ട് തരാം. ചുമ്മാ ഇരി. തരില്ല ഞാൻ. എടി, ഇങ്ങോട്ട് എടുക്കാൻ. ഞാൻ പടവലങ്ങ സാമ്പാർ വെച്ച് ഇങ്ങോട്ട് വന്നേ. നിന്റെ അച്ഛൻ തങ്കപ്പൻ നായർ മാത്രം ഉണ്ടാ പോരാ. സാമ്പാർ കൊതിയൻ. പിന്നെ സാമ്പാർ കൊതിനാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ദേ, മഴ എടി, ഞങ്ങൾ പറിക്കരുത്. എന്തായാലും ദഹിക്കുമടി പടവലങ്ങയൊക്കെ. കൊണ്ടുപോയി സമ്മതിക്കില്ല ഞാൻ. നോക്കിക്കോ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പോയി പറഞ്ഞോളൂ. 1, 2, 3, 4, 5, 6 പടവലങ്ങ, 2 വെള്ളരിക്ക. തെറ്റല്ലേ? ഇനിയും ഒരുപാട് പോണോ? ഇതാ ഈ വഴി പോണം. എടേ, ഇവിടെ എവിടെ ആയിരുന്നല്ലോടേ? നിനക്ക് ഈ കണ്ടക്ടർ എങ്ങനെയാ പരിചയം? അത് ഞാൻ പണ്ട് വർഷാപ്പിൽ പോയിരുന്ന സമയത്ത് ഇയാള് പണിയെടുത്തിരുന്ന ബസ് അവിടെ റിപ്പയറിന് വരും. അന്നേ ഇയാള് ഭയങ്കര മോശമായിരുന്നു. മോഷണമായിരുന്നെന്ന് ഒരു 3-4 ബസ് മുതലാളിമാരെയെങ്കിലും ഈ രാഘവൻ കുത്തുവാളെടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചെക്കിംഗ് ഇൻസ്പെക്ടർ മുമ്പ് നിൽക്കുമ്പോഴല്ലേ ടിക്കറ്റ് കൊടുക്കാൻ കാശ് വാങ്ങിക്കുന്നു. അതൊക്കെ ഒരു നേക്കടേ. നമ്മൾ സത്യസന്ധന്മാരെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിന്നെ കൊണ്ട് പറ്റൂടാ. ഡേ എന്നാ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയെന്ന്. തല്ലിപ്പുളി, എങ്ങോട്ടാ? ഇങ്ങോട്ട് വാടേ. രാഘവേട്ടനെ കാണാൻ തന്നെ. എന്താ വിശേഷം? ഒരു കോളുണ്ട്. എന്ത് കോള്? എല്ലാം പറയാം വാ. ഇതിനൊന്ന് കെട്ടിക്കോട്ടെ ഈ സാധനത്തിന്. പിന്നെ അല്ല, ഇപ്പൊ ഏതെങ്കിലും ബസ്സിലെ കണ്ടക്ടറാണോ? മതിയുടെ, ഇനിയൊന്ന് വിശ്രമിക്കണം. ആവശ്യത്തിലേറെ സമ്പാദിച്ചു കാണും. കുഴപ്പമൊന്നുമില്ല. ഒരു 10-15 പശുക്കളുണ്ട്, 2 ഏക്കർ നെൽപ്പാടം വിലക്ക് മേടിച്ച്. പക്ഷെ 2 ലക്ഷത്തിന്റെ വീട് പ്ലാൻ ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ MP ട്രാൻസ്പോർട്ടുകാർ എന്നെ പിരിച്ചുവിട്ടത്. വീട് പാതി നിൽക്കുക. ഇതേതായി പുതിയ കുരിശ്? ചിരിക്കല്ലേ. ഇത് നമ്മുടെ സ്വന്തമാണ് തന്നെ. ഹലോ. അയ്യോ, അല്ല, കൊള്ളാം. എന്തിനാ പിരിച്ചുവിട്ടത്? സംശയത്തിന്റെ ബലത്തിലായിരിക്കും. അല്ലാതെ ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ എന്നെ പിരിച്ചുവിട്ടല്ലെന്ന്. ഞാൻ റൂട്ടിൽ പോകുമ്പോ മാത്രം എന്താ കളക്ഷൻ കുറയുന്നേന്നൊരു സംശയം. ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ 18 19 നോക്കി എന്നെ കൈയോടെ പിടിക്കാൻ. സാധിച്ചില്ല. എന്നാ വീട് പണി നിർത്തിയെടുത്തു വീണ്ടും തുടങ്ങാം. ഞങ്ങളുടെ റൂട്ടിൽ ഒരു ബസ് ഓടാൻ പോകും. അല്ല, എന്നെ പറ്റി അറിയാവുന്ന ആരെങ്കിലും എന്നെ കണ്ടക്ടർ ആക്കൂ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. യോ, ഇതെന്താണെന്നറിയാമോ? മനസ്സിലായില്ല. ഇത് പുതുക്കാട് MLA റെക്കമെൻഡേഷൻ ലെറ്ററാണ്. ഈ ബസ് ഉടമ തങ്കപ്പൻ നായർക്ക് മൂർഖൻ ബാബിനേക്കാൾ പേടിയാണ് രാഷ്ട്രീയക്കാര്. ഈ പുതുക്കാട് MLA എന്തിനാ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നേ? കത്ത് തീരുവൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ലേ.
നേരാണോ? അതെയോ? ആ രാഘവേട്ടൻ നാളെ തന്നെ മുതലാളിയുടെ വീട്ടിൽ വരണം. ഇന്റർവ്യൂ ഉള്ളോ? ശരിയാവോ? അതാ ഞങ്ങളിവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. അതിനിടയ്ക്ക് കച്ചകച്ചൊന്നും പറയണ്ട. എന്റെ അമ്മയുടെ ബോ പറ 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 പറ. ശരിയാവുന്നേ. ചേട്ടന്റെ വീട് പണി പൂർത്തിയാക്കണ്ടേ? ആ എന്നാ പിന്നെ വാ. വേണ്ടേ? തനിക്ക് ഈ മുതലാളിയോട് വലിയ വെറുപ്പല്ലേ? അതെന്താ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കണ്ടക്ടർ ആക്കുന്നത്? അത് പിന്നെ ഞാൻ പിന്നെ നീ ഇരിക്കണ്ട. നീ ഇരിക്കാതാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ, ഞങ്ങള് ഫ്രണ്ട്സാ. നീ ഇപ്പൊ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. അല്ല പോയി ഞാൻ പോട്ടെ. അല്ലാതെ പിന്നെ വലിയ വലിയ ആൾക്കാർ ചിരിക്കുന്നിടത്തോ ഒപ്പം ചിരിക്കാൻ വന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് ആരും ബഹളം വെക്കരുത്. ഇന്റർവ്യൂ ഉടൻ ആരംഭിക്കുന്നതാണ്. പിന്നെ ആ ഡ്രൈവറുടെ ജോലിക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പിരിഞ്ഞു പോകണം. എക്സ് മിലിറ്ററി കണാരനെ ഡ്രൈവറായി നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് മാറിക്കോ, ഒന്ന് പോട്ടെ. എവിടേക്കാ? ഞാൻ ബോംബെ ദയവായി ക്യൂ പാലിക്കുക. ദയവായി ക്യൂ പാലിക്കുന്നില്ല. ദയവായി ക്യൂ പാലിക്കുക. ദയവായി ക്യൂ പാലിക്കുന്നില്ല. എനിക്ക് ഈ കത്ത് മുതലാളിക്ക് കൊടുക്കണം. അതിനുവേണ്ടി വന്നതാ. ഞാൻ ഒന്ന് പോട്ടെ. ഇതൊരു സർക്കാർ ആഫീസ് അല്ല. എടോ അതിന് ഞാൻ എന്ത് വേണമെന്ന്? പിൻവാതിലൂടെ ഒരുത്തിനെയും വിടില്ല. എനിക്ക് ചെവി കിട്ടൂടെ? ഞാൻ പൊട്ടനാ. മാറിക്കോ. ആഹാ, നിനക്കെന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ മനസ്സിലാക്കി. മുണ്ടഴിച്ചോ? നീ അയക്കാൻ മുണ്ട് കഴിക്കാം. ആദ്യം മുണ്ട് നീ അയക്കാൻ മുണ്ട്. അങ്ങനെ പറ. ഇത് പുതുക്കാട് MLA യുടെ കത്താ. MLA യുടെ കത്തോ? നേരത്തെ പറയണ്ടേ? അതല്ലേ നേരത്തെ പറഞ്ഞത്. നീ ചിരിക്കണ്ട. നീ ചിരിക്കാറാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. അല്ലേ മുതലാളി, ഒരു MLA കണ്ടക്ടർ ജോലിക്കോ? MLA യുടെ കത്ത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ശ്രീ KP തങ്കപ്പൻ നായർ ബസ് മുതലാളിയായ വിവരം പുതുക്കാട് MLA വരെ അറിഞ്ഞിരിക്കുന്നു. അല്ല വിളിക്ക. ഇത്രയും സത്യസന്ധനായ ഒരാളെ കണ്ടക്ടർ ജോലിക്ക് കിട്ടുകയില്ലെന്നാണ് MLA എഴുതിയിരിക്കുന്നത്. MLA പറഞ്ഞ ആളല്ലേ, സത്യസന്ധതയൊക്കെ കണക്ക് തന്നെ ആയിരിക്കും. നമസ്കാരം. രാഘവൻ. അതെ. മുൻകാല പരിചയം എന്ന് വെച്ചാൽ മുൻപ് എവിടെ ജോലി ചെയ്തിരുന്നു എന്ന് ചോദ്യം. ഞാൻ KSRTC-യിലായിരുന്നു. എന്നിട്ട് എന്നെ അവിടുന്ന് പിരിച്ചു വിട്ടു. പിരിച്ചു വിട്ടോ? അതെ. എന്തിന്? തൊഴിലിനോട് കൂറ് കാണിച്ചതിന്. എന്ന് വെച്ചാൽ വ്യക്തമായി പറഞ്ഞാലേ മുതലാളിക്ക് മനസ്സിലാവൂ. എന്ന് വെച്ചാൽ ചുരുക്കി പറയാം, ട്രാൻസ്പോർട്ട് മന്ത്രി ഒരു ദിവസം പരിശോധനയ്ക്കാണെന്നും പറഞ്ഞ് വണ്ടി കയറി. അയാളുടെ കയ്യിൽ ടിക്കറ്റോ പാസോ ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട വണ്ടി പട്ടത്തെത്തിയപ്പോ ഞാൻ മന്ത്രി ഇറക്കി വിട്ടു. പക്ഷേ ഇതേ വണ്ടി എറണാകുളത്തെത്തിയപ്പോ ഡിസ്മിസൽ ഓർഡർ തന്ന് ഡിപ്പാർട്ട്മെന്റ് എന്നെ ഇറക്കി വിട്ടു. പക്ഷേ അന്ന് എന്നെ അഭിനന്ദിക്കാൻ ഒരേ ഒരാളുണ്ടായിരുന്നുള്ളൂ, പുതുക്കാട് MLA. ആ ബന്ധമാണ് ഈ കത്ത്. കാര്യമൊക്കെ കൊള്ളാം. എന്ന് വെച്ചാൽ ഇതൊരു സ്വകാര്യ സ്ഥാപനമാണ്. നമുക്ക് വേണ്ടപ്പെട്ട ചില കക്ഷികൾ വണ്ടിയിൽ കയറിയാൽ അല്പം സ്വല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. അതിന് എന്നെ കിട്ടില്ല സാർ. എനിക്ക് ജോലി തരണ്ട. പക്ഷെ ഈ ഇരിക്കുന്ന സാക്ഷാൽ മുതലാളി തന്നെ ആയാലും ശരി, ടിക്കറ്റ് ഇല്ലാതെ വണ്ടി കയറിയാൽ ഞാൻ ഇറക്കി വിടും. എനിക്ക് ജോലി വേണ്ട. തൊഴിലാണ് എന്റെ ചോറാണ് എന്റെ തൊഴിൽ. ഇത് രണ്ടുമാണ് എന്നെ വഴിയാധാരം. ഈശ്വരാധീനം.